ഹായ്, നമുക്ക് പഴം വെച്ചിട്ടൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് നമ്മൾ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനൊരു പാൻ എടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓണാക്കിയതിന് ശേഷം അതിലേക്കൊരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെക്കുക. അതിന് ശേഷം ഞാനൊരു കേക്കിൻ്റെ ട്രേ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് അത് എടുത്തത്. ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി. പിന്നെ അതിലൊരു ലേശം എണ്ണ തടവിയിട്ട്, ഞാൻ ബട്ടർ പേപ്പർ ഇല്ല, അത് കാരണം ഞാനൊരു A4 ഷീറ്റാണ് കട്ട് ചെയ്ത് വെച്ചേക്കണത്. അതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 4 കോഴിമുട്ട, പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര, പിന്നെ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതി. എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളെ പഴം കട്ട് ചെയ്തത് അതും മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ടയുടെ മിക്സ് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മൈദ ഒന്ന് നന്നായി അരിച്ചെടുത്തത് അതൊരു 2 പ്രാവശ്യമായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴം എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളെ ബാറ്റർ ഒന്ന് നന്നായിട്ട് കട്ടാതെ ഇളക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എണ്ണ തടവിയിട്ട് വെച്ച ആ ട്രേയിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒരു 50 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയാതെ എന്തായാലും തുറന്ന് നോക്കരുത് കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പാത്രം നല്ല ചൂടായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കയ്യിൽ വെക്കുമ്പോഴൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന പഴം കൊണ്ടല്ലേ, നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാനത് നമ്മളെ ഗ്യാസ് ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷമാണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തിട്ട് ആ ബട്ടർ പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പഴം വെച്ചിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക.